SKN40 കേരള യാത്രയുടെ പര്യടനം കോഴിക്കോട് കാരന്തൂർ മർക്കസിൽ എത്തിയിരിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അങ്ങനെ മദീന അങ്ങാടിയിൽ ചെന്ന് മദ്യം ഉപയോഗിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ട ഉടനെ ആദ്യമായി ഈ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പിലുള്ള എല്ലാ കള്ളുകളും എടുത്ത് റോഡിൻ്റെ ഓവുചാലിൽ ഒഴിക്കുകയും പാത്രങ്ങൾ വരെ ഉടച്ച് കളയുകയും ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. നബിയെ, ഞാൻ വലിയ കള്ള് കച്ചവടക്കാരനായിരുന്നു, കള്ള് നിഷിദ്ധമാക്കിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ എനിക്ക് വമ്പിച്ച കടം ഉണ്ട്, എൻ്റെ കടം വിടാൻ ബൈത്തുൽ മാലിൽ എൻ്റെ ഒരു പേര് കൂടി അവിടുന്ന് ചേർത്തിയാൽ നന്നായിരുന്നു എന്ന് ആവശ്യപ്പെട്ട അബൂ തൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം ഓർക്കുമ്പോൾ നിഷിദ്ധമാണ് എന്ന് എപ്പോൾ വിവരം കിട്ടുന്നുവോ ആ സമയത്ത് അതിനെ പൂർണ്ണമായി നിഷിദ്ധമാക്കിയവരായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തുള്ള സ്വഹാബികൾ. ഇന്ന് കാലം മാറിപ്പോയി എന്ന് മാത്രമല്ല, ഒരിക്കൽ കള്ളു കുടിക്കുന്നതിൽ നിങ്ങൾക്ക് പല ഗുണങ്ങളും ഉണ്ടല്ലോ എന്നൊക്കെ സൂചിപ്പിച്ച ഖുർആൻ ആ ഗുണത്തേക്കാൾ അതിൻ്റെ ദോഷമാണ് അധികമുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കള്ളുകുടി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ലാ തശ്റബുൽ ഖംറ ഫഇന്നഹു റഅ്സു കുല്ലി ഫാഹിഷ, മദ്യം ഉപയോഗിക്കുന്നത് എല്ലാ നീചനികൃഷ്ടമായ സംഭവങ്ങളുടെയും ഉത്ഭവമാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കരുത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഇസ്ലാമിൻ്റെ അനുയായികൾ പോലും ഇന്ന് ചില ആളുകൾ മദ്യപാനത്തിലേക്ക് ചെന്ന് എത്തിപ്പോകുന്നത് അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റും അതുപോലെ ഇന്നിവിടെ എത്തിയ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീകണ്ഠൻ നായരുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയം വളരെ കുറവാണെങ്കിലും നമുക്ക് ധാരാളം പരിചയം അദ്ദേഹത്തെ സംബന്ധിച്ച് ഉണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനും ഈ 24 പരിചയപ്പെടുത്താനും ഇവിടെ വരുന്ന നമ്മുടെ ദീപക് എന്ന സുഹൃത്ത് അതെല്ലാം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹം വല്ലാതെ പരിചയപ്പെടുത്തി തന്ന ഒരാളാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതിനാൽ ഭാവിയിൽ എന്തെല്ലാം
ഇതിന് ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഗവൺമെൻറ്റിനോട് നിർദ്ദേശിക്കുകയും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ ഈ മാനസികമായ ബന്ധവും അതുപോലെ മദ്യത്തോട് മാനസികമായ നമ്മുടെ ശക്തമായ എതിർപ്പും ഇത് രണ്ടും ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്ന ഉടനെ തന്നെ ഇവിടേക്ക് കയറി വന്നിട്ടുള്ളത്. ഏതായാലും നല്ല കാര്യം പറയാനും അത് നടപ്പിൽ വരുത്താനും നമുക്ക് തൗഫീഖുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.